ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, ഭർത്താക്കന്മാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഭാര്യമാരായ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെപ്പറ്റി ഒന്ന് പറയാമോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് അതാണ് പറയുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പക്ഷേ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഭർത്താവ് എന്ന് പറയുന്നത് വേറെ ഒരാളല്ല എന്നുള്ളതും നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഉടമയാണെന്നുള്ളതും രണ്ടുപേരും ഒന്നാണെന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇപ്പം ഒരുപാട് പേര് പറയും, എന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നമാണ്, വഴക്കാണ്, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടാവാം. അത് നമ്മുടെ കഠിനമായ പരിശ്രമത്തിലൂടെ അവരുടെ സ്വഭാവത്തെ നമ്മൾ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമ്മൾ സ്വയം തീരുമാനിച്ചെടുക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. ഇപ്പം നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഭർത്താവ്. ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടും ആൾക്ക് അതിനൊത്ത് ഉയർന്ന് ജീവിതത്തിലൊരു ഉയർച്ച ഉണ്ടാവുന്നില്ല, ഒന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ എന്താണ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുക? ഇപ്പം മിക്ക സ്ത്രീകളും ഹൗസ് വൈഫായിരിക്കും. ജോലിക്ക് പോയിട്ട് കാശ് ഏൺ ചെയ്ത് ഹസ്ബൻഡിനെ ഏൽപ്പിക്കാൻ പോലും കഴിവില്ലാത്തവരുണ്ടാവാം. ഇപ്പം എല്ലാവരും വലിയ വിദ്യാഭ്യാസമുള്ളവരും ജോലിക്ക് പോകുന്നവരും കഴിവുള്ളവരുമായിരിക്കണമെന്നില്ലല്ലോ. ചിലർക്ക് വീട്ടിൽ കാര്യങ്ങൾ നോക്കി, ഭർത്താവിൻ്റെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കി, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവർക്ക് വേണ്ടി വഴിപാടുകൾ ചെയ്ത്, വ്രതമെടുത്ത് അങ്ങനെ ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പം അവരുടെ ഉള്ളിൽ എനിക്ക് എന്താണ് എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത്, ആകെ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണെന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഇനി ജോലിക്ക് പോകുന്നവരാണെങ്കിലും ചിലപ്പോൾ അവരുടെ ഉള്ളിലുണ്ടാവും, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തെ കുറച്ചും കൂടി ഉന്നതിയിലെത്തിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരായിട്ടുള്ള ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ചിന്ത. അതിനായി പർട്ടിക്കുലറായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലാ തിങ്കളാഴ്ചകളിലും വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുമെങ്കിൽ പോവുക. ഇത് ക്ഷേത്രത്തിൽ പോയിരുന്ന് നമ്മൾ ചൊല്ലുമ്പം അതിനൊരു പ്രത്യേക ഫലം നമുക്ക് കിട്ടും. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നാണെങ്കിലും നിങ്ങൾക്കിത് ജപിക്കാവുന്നതാണ്. പക്ഷേ ക്ഷേത്രത്തിൽ പോകുന്നതാണ് നല്ലത്. അതിൽ തന്നെ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പോയിരുന്ന്, അതായത് ആ ഒരു പ്രദോഷ സന്ധ്യാസമയത്ത് അവിടെ പോയിരുന്ന് നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ പ്രാർത്ഥനകളും പൂജകളോ വഴിപാടുകളോ ഒക്കെ ചെയ്തതിന് ശേഷം ശിവക്ഷേത്രത്തിൽ സ്വസ്ഥമായി ഒരിടത്ത് പോയിരുന്ന് 108 പ്രാവശ്യം ഈ ഒരു മന്ത്രം ജപിക്കുക എന്നുള്ളതാണ്. മന്ത്രം ഇതാണ്: ഓം ഹ്രീം ശ്രീം ക്ലീം ശിവായ നമഃ. ഓം ഹ്രീം ശ്രീം ക്ലീം ശിവായ നമഃ. ഈ ഒരു മന്ത്രം 108 പ്രാവശ്യം ചൊല്ലണം. ചൊല്ലിയതിന് ശേഷം അവിടെ ഇരുന്ന് ഭഗവാനോട് തൻ്റെ ഭർത്താവിന് ഉയർച്ചയുണ്ടാവണമെന്നും ചെയ്യുന്ന ജോലികളൊക്കെ നല്ല രീതിയിൽ പോവാനും ആ ജോലിയിൽ ഉയർച്ചയുണ്ട്. ഇപ്പോൾ ബിസിനസ്സാണെങ്കിൽ ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാവണം, ചെയ്യുന്നൊരു ജോലിയാണെങ്കിൽ ആ ജോലിയിൽ ഉയർച്ചയുണ്ടാവണം, പ്രമോഷൻ ഉണ്ടാവണം എന്നൊക്കെ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എല്ലാ തിങ്കളാഴ്ചകളിലും ചെയ്യുന്നൊരു കൗണ്ടിങ് നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. കാരണം ലൈഫ് ലോങ് നമ്മുടെ ഭർത്താവിന് ഉയർച്ചയുണ്ടാവണം, നല്ല ആരോഗ്യത്തോടു കൂടിയും നല്ല ജോലിയൊക്കെ ചെയ്ത് ആൾ ജീവിക്കണം എന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് തന്നെ ലൈഫ് ലോങ് എല്ലാ തിങ്കളാഴ്ചകളിലും നമുക്കിത് ചെയ്യാം. ഇനി ഏതെങ്കിലും തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ലെങ്കിലും വീട്ടിൽ ശിവഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് മുൻപിലോ, അങ്ങനെ അല്ലെങ്കിൽ ശിവലിംഗത്തിന് മുൻപിലോ ഒരു നെയ്ദീപം കൊളുത്തി വെച്ചിട്ട് അതിന് മുൻപിലിരുന്ന് ജപിച്ചാൽ മതിയാവും. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് വെറും 3 പ്രാവശ്യം നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ മതിയാവും. നമ്മുടെ വീട്ടിലുള്ള മഹാലക്ഷ്മി ദേവിക്ക്, ഇപ്പം സെപ്പറേറ്റ് ആയിട്ട് മഹാലക്ഷ്മി ദേവിക്ക് ഒരു ദീപം കൊളുത്തി വെക്കുന്നവരുണ്ടെങ്കിൽ ആ ദീപം കൊളുത്തിയിട്ട് അതിന് മുൻപിലിരുന്ന് ജപിക്കാം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് അതിന് മുൻപിലിരുന്ന് ജപിച്ചാൽ മതി. ഇത് ഫിനാൻഷ്യലി ഹസ്ബൻഡ് എപ്പോഴും ഉയർന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഹാലക്ഷ്മിയോട് പ്രാർത്ഥിക്കുന്നത്. ആദ്യത്തെ ശിവമന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ഭർത്താവിന് എല്ലാ രീതിയിലുമുള്ള ഉയർച്ച ഉണ്ടാവാനാണെങ്കിൽ, ലക്ഷ്മി ദേവിയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഫിനാൻഷ്യലി നമ്മുടെ ഹസ്ബൻഡ് എപ്പോഴും സ്റ്റേബിളായിരിക്കണം, ആരുടെ കയ്യിൽ നിന്നും കടം മേടിക്കാനോ ധനപരമായിട്ടൊരു ബുദ്ധിമുട്ടുകളോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടാവരുത്.
അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലുന്നത്. ഇതെല്ലാ ദിവസവും ലക്ഷ്മി ദേവിക്ക് മുൻപിൽ 3 പ്രാവശ്യം നിങ്ങൾ ജപിച്ചാൽ മതിയാവും. മന്ത്രം ഇതാണ്: ഓം ശ്രീം ഹ്രീം കമലേ കമലാലയേ പ്രസീത ശ്രീം ഹ്രീം ശ്രീം ഓം മഹാലക്ഷ്മിയേ നമഃ. ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഈ ഒരു മന്ത്രം എല്ലാ ദിവസവും 3 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് എത്ര കാലം വേണോ അത്രയും കാലം ജപിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമാണ്. അതായത് വ്യാഴാഴ്ച ഗുരുഹോര എന്ന് പറയുന്നത് രാവിലെ 6 to 7, ഉച്ചയ്ക്ക് 1 to 2, രാത്രി 8 to 9, ഈ 3-ൽ ഏത് സമയവും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ ഒരു സമയത്ത് ചൊല്ലാൻ പറ്റാത്തവർക്ക് വ്യാഴാഴ്ച ബ്രഹ്മമുഹൂർത്തം മുതൽ രാത്രി 11 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ജപിക്കാവുന്നതാണ്. അതായത് നമ്മൾ ചെയ്യേണ്ടത്: ഓം ഗ്രാം ഗ്രീം ഗ്രൗം സ ഗുരവേ നമഃ. ഈ ഒരു മന്ത്രം 5 മാല നമ്മൾ ചൊല്ലണം. 5 മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജപമാല ഉപയോഗിച്ച് ചൊല്ലുമ്പം ഒരു മാല എന്ന് പറയുന്നത് 108 പ്രാവശ്യമാണ്. അങ്ങനെ 5 മാല നമ്മളിത് ചൊല്ലണം. അതായത് 108-നെ 5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എത്ര കിട്ടും? 540. അപ്പം ടോട്ടൽ 540 തവണ ഒന്നെങ്കിൽ ഒറ്റയടിക്ക് തന്നെ ചൊല്ലി തീർക്കാം, അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ അല്ലെങ്കിൽ ഒരു 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ആയിട്ട് ഈ ഒരു മന്ത്രം ചൊല്ലുക. ചൊല്ലുമ്പം ഹസ്ബൻഡിൻ്റെ ഉയർച്ചയായിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. ഇതെങ്ങനെയാണ് വർക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹസ്ബൻഡാണ് നമ്മുടെ ഒരു ഗുരുവായിട്ട് നമ്മൾ കാണേണ്ടത്, നമ്മുടെ ഗൈഡിങ് ഇലമെൻ്റ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്കറിയാം, മിക്ക സ്ത്രീകളുടെയും വഴികാട്ടി എന്ന് പറയുന്നത് ഭർത്താവായിരിക്കും. അപ്പം തന്നെ നമ്മുടെ ഗുരു എന്നുള്ള സ്ഥാനത്ത് നമ്മൾ നമ്മുടെ ഭർത്താവിനെ കണ്ട് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ മന്ത്രം ചൊല്ലുമ്പം അത് പെട്ടെന്ന് തന്നെ ഫലിക്കുമെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഭർത്താവിനെ തന്നെ ഗുരുവായി കണ്ടിട്ട് ഗുരുവിൻ്റെ ഈ ഒരു മന്ത്രം, അതായത് വ്യാഴഗ്രഹത്തിൻ്റെ ഈ ഒരു മന്ത്രം നമ്മൾ ജപിക്കുമ്പം നമ്മുടെ ബ്ലോക്കേജസ് ഒക്കെ മാറി അവിടെ ഗുരു എനർജി ഇൻക്രീസ് ആവുകയും അതുവഴി ഡയറക്റ്റായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ടും ആ ഒരു റിസൾട്ട് നമ്മുടെ ഭർത്താവിന് അദ്ദേഹത്തിൻ്റെ ജോലിയിലാണെങ്കിലും മറ്റുള്ള കാര്യത്തിലാണെങ്കിലും ലഭിക്കുകയും ചെയ്യും. ഗുരു ഗ്രഹത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടുന്ന ഒരു ആവശ്യമേ വരില്ല. ഇനി അതേപോലെ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യേണ്ടുന്നൊരു കാര്യം, ഇപ്പം ഇത് ഞാൻ ആദ്യം പറഞ്ഞത് തിങ്കളാഴ്ച ചൊല്ലുന്ന മന്ത്രം, പിന്നെ വ്യാഴാഴ്ചകളിൽ മാത്രം ലക്ഷ്മി ദേവിയുടെ മന്ത്രം എല്ലാ ദിവസവും. അതിനോടൊപ്പം എവരിഡേ എല്ലാ ദിവസവും ചെയ്യേണ്ടത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വീട്ടിൽ ശിവഭഗവാന്റെയും പാർവതീ ദേവിയുടെയും ഒന്നിച്ചുള്ളൊരു ഫോട്ടോ മേടിച്ചു വെക്കുക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമാണ്. മിക്കവരുടെ വീട്ടിലും ഉണ്ടാവും. ചിലരുടെ വീട്ടിലുള്ളത് ശിവകുടുംബ ഫോട്ടോ ആയിരിക്കും. എന്തുമായിക്കൊള്ളട്ടെ, അങ്ങനെ ഒരു ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ശിവകുടുംബ ഫോട്ടോയോ അല്ലെങ്കിൽ ശിവപാർവതി ഫോട്ടോയോ വാങ്ങിച്ചു വെക്കണം. ശേഷം അതിനു മുൻപിൽ നിന്ന് എല്ലാ ദിവസവും തൻ്റെ ഭർത്താവിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഒരൊറ്റ ദിവസം പോലും വിടാതെ എവരിഡേ നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ ഭർത്താവിന് നല്ല ആരോഗ്യവും അതേപോലെ ആയുസ്സും ചെയ്യുന്ന ജോലിയിൽ ഉയർച്ചയും ഉന്നമനവും ഞങ്ങളുടെ കുടുംബത്തിൽ, അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഐക്യം വർദ്ധിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള അനുഗ്രഹവും തരണമെന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു പോകും തോറും നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം അറിയാനും പറ്റും. ഇത് ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ 3 റെമഡീസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഈ ഒരു റെമഡി ഇതിനെല്ലാ ദിവസവും വെറും ഒരു 1 മിനിറ്റ് എടുക്കുകയുള്ളൂ. കത്തിച്ച് വെച്ച വിളക്കിന് മുൻപിൽ പോയി നിൽക്കണം എന്ന് നിർബന്ധം പോലുമില്ല. ഭഗവാന്റെയും പാർവതീ ദേവിയുടെയും ഫോട്ടോയ്ക്ക് മുൻപിൽ പോയി നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം കാണുന്നതായിരിക്കും. കാരണം യൂണിവേഴ്സൽ എനർജിയാണ് മഹാദേവനും അതേപോലെ പാർവതി ദേവിയും എന്ന് പറയുന്നത്, പ്രകൃതിയും അതേപോലെ തന്നെ പ്രപഞ്ചവും. അപ്പോൾ ആ ശക്തിക്ക് മുൻപിൽ, ആ ശിവശക്തിക്ക് മുൻപിൽ പോയി നിന്ന് നമ്മൾ നമ്മുടെ വിവാഹ ജീവിതത്തിനും നമ്മുടെ ഭർത്താവിൻ്റെ ഉയർച്ചയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പം അത് വളരെ പെട്ടെന്ന് തന്നെ സബലീകരിച്ച് കിട്ടും. ഇത് ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.
നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ മാറ്റം മനസ്സിലാവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ, വിശ്വാസപൂർവ്വം ശ്രമിച്ചു നോക്കൂ, തീർച്ചയായിട്ടും മാറ്റം കാണും. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്, ഭർത്താവിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പം ആ വ്യക്തിയോട് ഒരു രീതിയിലുമുള്ള തെറ്റും ചെയ്യുന്നില്ല എന്നുള്ളതും ആ വ്യക്തിയിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടെന്നുള്ളതും നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. കാരണം വിശ്വാസമില്ലായ്മയും സ്നേഹമില്ലായ്മയും അതോടൊപ്പം തന്നെ ആ വ്യക്തിയോട് നമ്മൾ തെറ്റു ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കിതിനൊന്നും ഫലം കിട്ടില്ല. ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളെപ്പോഴും ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.